ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ എങ്ങടാ പോകുന്നത്? നമ്മുടെ സ്വന്തം ഷബുവിൻ്റെ വളകാപ്പിന്. അപ്പോൾ പെട്ടെന്ന് അധികം ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു പരിപാടി ആയതുകൊണ്ട് അവസാന നിമിഷമാണ് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം പോലും ഒന്ന് ഫിക്സ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഏറെ വൈകുന്നേര സമയത്ത് ആണ് അവിടെ ചെല്ലുന്നത്. ലൈറ്റൊക്കെ പോയി തുടങ്ങിയിരുന്നു ഗൈസ്. നമ്മൾ അത്രയും ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരായതുകൊണ്ട്. പിന്നീട് ഇതുപോലെ നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് ലേക്കിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു റിസോർട്ട് സെറ്റപ്പായിരുന്നു. ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ കൂടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു. ഒരു റീൽസ് വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്ന് തട്ടിക്കൂട്ടി നിർത്തി എങ്ങനെയെങ്കിലുമൊക്കെ അതങ്ങ് എടുത്തു. ഇവാ ബേബിയെ കൺട്രോൾ ചെയ്തിരുന്നത് നമ്മുടെ സ്വന്തം ഷ്യാമോനായിരുന്നു. ഇക്കുന് മാത്രമേ മെരിക്കാൻ പറ്റുള്ളൂ. പിന്നെ റീലൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മളെ പിന്നെ ആവശ്യമില്ലല്ലോ. അല്ലും ഇപ്പം എന്നെ ഏതാണ്ട് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അവനെ ക്യാമറയിൽ കാണിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഇതുപോലെ ഇക്കുവിൻ്റെ ചെറിയ കുഞ്ഞുകള്ളി അത് എവിടെ പോയാലും ഉണ്ടായിരിക്കുമല്ലോ. എന്തെങ്കിലും സാധനമൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയാൽ കൊച്ചു പിള്ളേരെ പോലെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് നിന്നോളൂ, ഒരു ശല്യമില്ല. പിന്നെ നമ്മുടെ ഷിബിമോള് സച്ചുവിൻ്റെ പറയുന്നിടന്ന് ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന് തിണ്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് നമ്മുടെ ഷബുവിൻ്റെ സിംഗിളും അല്ലാണ്ടുമായിട്ടുള്ള കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അതിനാണല്ലോ വന്നത്. നമ്മുടെ ഷബുവിന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് വയറില്ല എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേഷൻ. ഞങ്ങളുടെയും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് കൊണ്ട് വയറ്. പിന്നെ അവിടുന്ന് നമ്മുടെ ഒരു ഫാമിലി സെക്ഷൻ പോലെ അവരുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തുന്നുണ്ടായിരുന്നു. നമ്മൾ തിണ്ണയിലാണ് നിന്നെങ്കിലും ഭയങ്കരമായിട്ട് മഴ കനത്തപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഷോ ഓഫാണ്. പിന്നീട് ഷബുവിനെ സൈഡാക്കിക്കൊണ്ട് നമ്മളുടെ ഹലാലികളായിരുന്നു ലീഡ് ചെയ്തത്. അവളുടേതായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടി. അങ്ങനെ നമ്മൾ രതീഷിനെ ഉണർത്തി പോകാൻ റെഡിയായപ്പോൾ ദാ ഭയങ്കര മഴ. പിന്നെ ഒന്നും നോക്കിയില്ല, ഷബുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അന്നേരവും മഴ നന്നായിട്ട് നോട്ട് ഔട്ടിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഐസ്ക്രീമിൽ നിന്ന് തന്നെ അങ്ങ് ആരംഭിച്ചു. അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങളെ കണ്ട് എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഈ പിള്ളേർ ഇതെവിടുന്ന് നാടകവും കഴിഞ്ഞ് വരുന്നു എന്ന്. ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ അത്രയ്ക്കും മനോഹരമായിരുന്നല്ലോ. പിന്നെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വിശന്നാൽ നിങ്ങൾ അല്ലാതാകും.